ഇന്ന് എൻ്റെ കൂട്ടുകാരിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അവിടെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ഋതുവിനെ ഉറക്കാൻ വേണ്ടിയാണ് അടുത്ത ടാസ്ക്. അവനെ ഉറക്കാൻ നിൽക്കുമ്പോഴോ ഫോണിൽ വീഡിയോ എടുക്കണത് അവൻ കണ്ടു. ഫോൺ എടുക്കാനാണ് അവൻ. ഞാൻ ഫോൺ കൊടുത്തില്ല. ഫോണിൽ ഗെയിം കളിക്കാൻ അല്ലെങ്കിൽ കാർട്ടൂൺ കാണാനാണ്. അത് കഴിഞ്ഞ് കുടിക്കാൻ കൊണ്ടുവച്ച ബോട്ടിൽ വെള്ളം എടുത്ത് കളിക്കലേ, വെള്ളത്തിൽ കളിക്കണത് അവൻ്റെ മെയിൻ ഹോബിയാണ്. അത് കഴിഞ്ഞ് അനിയൻ വന്ന് പതുക്കെ കൊണ്ടുപോയി. എന്നാൽ പിന്നെ അത്തിക്കോട് കൊണ്ടുവിടാൻ പറഞ്ഞു. അത്തിക്കോട് കൊണ്ടുവിട്ടു. അവിടെ നിന്ന് ബസ്സിന് പോകാമല്ലോ. അവിടെ നിന്ന് കൊടുമ്പിൽ വന്ന് ഇറങ്ങി. കൂട്ടുകാരിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഗിഫ്റ്റ് കൊണ്ടുവന്ന് ഗിഫ്റ്റിലോ പേരെഴുതില്ല, നടുറോട്ടി വെച്ച്. പിന്നെ അതൊക്കെ ചെയ്ത് അങ്ങനെ അവളുടെ വീട്ടിൽ പോയി. വീട് അടിപൊളി. അത് കഴിഞ്ഞ് കുടിക്കാൻ വെള്ളം കൊണ്ടുവന്ന് കുറച്ച് നേരം സംസാരിക്കലായി. കുറേ നാൾക്ക് ശേഷം കണ്ടതാണ്. ഉള്ളിൽ ചൂട് കാരണം പുറത്ത് വന്നു. പുറത്തോ നല്ല വെയിൽ. ഇതാണ് എൻ്റെ കൂട്ടുകാരി. അങ്ങനെ കുറച്ച് നേരം വെളിയിലിരുന്ന് സംസാരിക്കലായി. കുറേ നാളല്ല, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഫങ്ഷന് എല്ലാവരും കൂടി കണ്ടുമുട്ടിയത്. അത് കഴിഞ്ഞ് യൂട്യൂബിനെ കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞു. കുറേ മോട്ടിവേഷൻ തന്നു. അത് കഴിഞ്ഞ് മെയിൻ ഫുഡിലേക്ക് കടന്നു. വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ച്, പ്രത്യേകിച്ച് പായസം എനിക്കൊരു വീക്ക്നെസ്സാണ്. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് നെയ്ച്ചോറും ചിക്കനുമായിരുന്നു. എല്ലാം കഴിച്ച് അങ്ങനെയായിരുന്നു. അടുത്ത ചേച്ചിയുടെ വീടുണ്ട്. എന്നാൽ പിന്നെ അവിടെ ഒന്ന് പോകാമല്ലോ പറഞ്ഞ് പോയി. മരുമകൻ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് അവൻ തണ്ണിമത്തൻ കഴിക്കണം. അവൻ്റെ നിന്ന് 2 തട്ടിപ്പറിച്ച് അതും കഴിച്ചു. ചെടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ പിന്നെ ചെടികളൊക്കെ പൊക്കിക്കൊണ്ട് പോയാലോ പറഞ്ഞിട്ടാണ് ഞാൻ. വേനൽക്കാലം അല്ലേ, മഴക്കാലം ആവട്ടെ, എന്നാൽ പിന്നെ ലിസ്റ്റ് എടുത്ത് ഇപ്പം തന്നെ വയ്ക്കാം. അങ്ങനെയിട്ട് താമര പൂത്ത് നിൽക്കണം. എന്നാൽ പിന്നെ അത് നോക്കി അടുത്ത് പൈപ്പിലെ വെള്ളം പോയിക്കൊണ്ടിരിക്കണം. അത് നോക്കി അടുത്ത് കൊപ്ര ഇട്ടിരിക്കണം. അതൊന്ന് വായിലെടുത്തിട്ട് അങ്ങനെ ഫ്രിഡ്ജ് നോക്കി. ഫ്രിഡ്ജിലോ പച്ചക്കറി അല്ലാതെ വേറെ ഒന്നും കാണാനില്ല. അങ്ങനെ പിന്നെ എൻ്റെ വീട്ടിലേക്കായി. അവിടെ നിന്ന് പിന്നെ എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ പോയി. അത്തിക്കോട് നിന്ന് രാവിലെ വന്നതല്ലേ, കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് പോകാൻ പറഞ്ഞ് ബേക്കറിയിലും കയറി കുറച്ച് ഐസ്ക്രീമും ചോക്ലേറ്റും എല്ലാം വാങ്ങിച്ച് വീട്ടിലേക്ക് പോയി.